ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളൊക്കെ കണ്ടോ? ഇപ്പോഴും സുചിനി നമ്മുടെ പച്ചക്കറി ഉണ്ടല്ലോ, വെജിറ്റബിൾ, അതിനെപ്പറ്റി ആൾക്കാർ എനിക്ക് റിപ്ലൈ തരുന്നുണ്ട്. അത് കൂടുതൽ എനിക്കൊന്ന് ഈ USA ആ സൈഡിൽ ഉള്ളവരാ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മായടുത്ത് പറഞ്ഞില്ലേ, മായ ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കുന്നില്ലെന്ന് തോന്നുന്നെന്ന്. അന്ന് മായ തകർത്തിരുന്ന് വീഡിയോ എല്ലാം കണ്ട് അയ്യോ ഞാൻ പാതിരാത്രിയില്ല റിപ്ലൈ കൊടുത്ത്. നമ്മൾ ഒരാൾ കമൻറ്റിന് പോയി തംസപ്പേലും കൊടുക്കണ്ടേ, ഇങ്ങനെ തംസപ്പ് കൊടുത്ത് ഞാൻ മടുത്തു. അതുപോലെ ഉള്ള വീഡിയോ എല്ലാം പാവം ഇരുന്ന് കണ്ടെന്നുള്ളയാ. ഒത്തിരി താങ്ക്സ് കേട്ടോ മായേ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെയും വീഡിയോ കാണുക. ഓരോ ദിവസവും ദൈവം ഇങ്ങനെ നടത്തിക്കൊണ്ടേ പോകുന്നു. ഒരു കൊതു ഓടുന്നുണ്ട് കേട്ടോ. കൊതുവിനെ കണ്ടാൽ എനിക്ക് എത്ര വയ്യെങ്കിലും, ഇപ്പം ഇങ്ങനെ കുനിഞ്ഞ് ചെയ്യാൻ വയ്യെങ്കിലും ഞാൻ ബാറ്റെടുത്ത് അതിനെ അടിക്കും. എനിക്കതിന് കൊതുവിനെ ആ ബാറ്റ് കൊണ്ട് അടിക്കുമ്പോൾ ഒരു കടകട സൗണ്ട് വെക്കുമല്ലോ, അത് കേൾക്കാൻ ഭയങ്കര. ഈ വീട്ടിൽ ആർക്കും അങ്ങനെ ഒരു ഇതില്ല. ഞാൻ പാതിരാത്രി അന്നേരം ഒരു കൊതുവിനെ കണ്ടാൽ പിന്നെയും മൈൻഡിൽ കാണും, പിന്നെയും വന്ന് കാണും. ലൈറ്റ് അണച്ച് കിടന്നാലും വീണ്ടും ഞാൻ ലൈറ്റ് ഓണാക്കിയിട്ട് ഒന്നുകൂടെ നോക്കും ഇവിടെയൊക്കെ ഉണ്ടോയെന്ന്. ഇവരൊക്കെ സുഖമായിട്ട് ഉറങ്ങും, ഞാൻ കൊതുവിനെ അടിച്ച് കിടക്കും. പക്ഷേ ഇപ്പം കൊതുവിൻ്റെ സീസൺ ഇത്തിരി കുറവാണ്. സീസൺ എനിക്കൊന്ന് ഇനി തണുപ്പ് സമയത്താണോ എനിക്കറിയത്തില്ല, ഒരു സമയത്തുണ്ട്, പക്ഷെ ഇപ്പോൾ ഇല്ല അങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അന്നേരം ഇന്ന് രാവിലെ ചെയ്യുന്നതേ ബ്രേക്ക്ഫാസ്റ്റിന് 5-6 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം 5-6 ചപ്പാത്തിയും കൊണ്ട് തികയത്തില്ലല്ലോ, പിള്ളേർക്ക് ടിഫിനും കൊണ്ടുപോകണം, ഇവിടെ ഉള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണമല്ലേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ബ്രെഡ് കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇത് ചപ്പാത്തി മാത്രം ഉണ്ടാക്കാം കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ ഉണ്ടാക്കുന്നത്, ഈ ഒരു കഴിഞ്ഞ കൊണ്ട് ആണ് ഇത് ഉണ്ടാക്കാത്തത്. അപ്പം ഞാൻ ഈ ചപ്പാത്തി ഇങ്ങനെ ഒന്ന് പീസാക്കി എടുക്കട്ടെ. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫ്രഷ് ചപ്പാത്തിയൊക്കെ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ളത് ഈ ഇങ്ങനെ തലേന്നത്തെ ചപ്പാത്തി നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കുന്നത് അങ്ങനെയുള്ളതാണ്. രണ്ടും കുഴപ്പമില്ല, എന്നാലും എനിക്കിതാണ് ഇത്രയും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ 2 മുട്ടയൊക്കെ ചിക്കി ഇങ്ങനെ ഉണ്ടാക്കുമല്ലേ, അങ്ങനെയും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. പക്ഷേ ഇവിടെ ഇവരുടെ ഫ്രണ്ട്സുകളെ ഓർത്താണ് ഇപ്പം മുട്ട വേണ്ടാന്നും പറഞ്ഞങ്ങ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ ഇച്ചിരി കൂടെ നല്ല. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു 4-5 പീസ് ബ്രെഡ് കൂടെ എടുത്തിട്ടുണ്ടേ. എല്ലാവരും നാട്ടിൽ ഓണത്തിൻ്റെ വരവേൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. എനിക്കാണെങ്കിൽ ഓണത്തിൻ്റെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് പറ്റുന്നില്ല. കുറേ റെസിപ്പി നേരത്തെയൊക്കെ ഇട്ടിട്ടുണ്ട്, വീണ്ടും അത് തന്നെ ഇട്ടിട്ട് ഒരു ഇതില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഈ രാവിലെ ഇഡലി ദോശ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല, പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാം. ഇതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് എന്നും ഇവർക്കത് തന്നെ കൊടുക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല. പക്ഷേ എന്തോ ചെയ്യാനാ, ഓരോ ദിവസവും നമുക്ക് ഉണ്ടാക്കണമല്ലേ. അപ്പം ഞാനിപ്പോൾ ഒരു 2 സവാള. ഇപ്പം നിങ്ങളുടെ ഇവിടെയൊക്കെ സവാളയ്ക്ക് എന്നാ വിലയാണ്? ഇവിടെ ഞാനിന്ന് വാങ്ങിച്ചുണ്ടെങ്കിൽ 45 രൂപ. അപ്പോൾ ആ സവാളയൊന്ന് വാടി ഇച്ചിരി ക്യാരറ്റും കാബേജും അതുപോലെ ബീൻസിനും ഭയങ്കര വിലയാണ്. 1/4 കിലോ 40 രൂപ. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടതൊന്ന് വാട്ടിയെടുക്കട്ടെ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ന്യൂസ് കിടക്കുന്നുണ്ട്, ചിക്കനും മുട്ടയ്ക്കും കുത്തനെ വില താഴുന്നെന്ന്. ഒരു താഴ്ചയില്ല. കഴിഞ്ഞ ദിവസവും ചിക്കൻ വാങ്ങിച്ചിട്ട് ബോൺലെസ്സിന് 340, അല്ലാത്തതിന് ഈ ഫുൾ കോഴിയല്ല അല്ലാത്ത ഇച്ചിരി കഴുത്തും അങ്ങനെയൊക്കെ മാറ്റിയിട്ടുള്ളതിന് 250
നേരത്തെ അത് 260 280 എങ്ങാണ്ടായിരുന്നു. 10-20 രൂപയുടെ കുറവേ ഉള്ളൂ, അല്ലാതെ കുത്തനെയൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. അല്ലെങ്കിലും ഞങ്ങൾ ഈ വാങ്ങിക്കുന്നിടത്തെ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇത്തിരി വില തന്നെ. പക്ഷേ ചിക്കനിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ വേറൊരിടത്തുനിന്ന് വാങ്ങിച്ചിട്ട് ആ ചിക്കനും ഈ ചിക്കനുമായിട്ട് വ്യത്യാസമുണ്ട്. അതുപോലെ മുട്ടയ്ക്കും വിലയൊന്നും കുറഞ്ഞിട്ടില്ല. 30 മുട്ടയ്ക്ക് ഇപ്പോഴും 220 രൂപയായിരുന്നു ഇന്നലെ വാങ്ങിച്ചത്. ഒരു പ്രാവശ്യം 260 വരെ പോയായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 220 രൂപ. ഞാനിതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സ്വല്പം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയിട്ട് അതൊന്ന് നന്നായി മൂപ്പിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഈ പാത്രത്തിൻ്റെ അകത്തും കുറച്ച് കഴിഞ്ഞ് ഇത്തിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കുമ്പോഴത്തേന് വെള്ളം അങ്ങ് പെട്ടെന്ന് വറ്റും. പക്ഷേ നമ്മുടെ ചപ്പാത്തി ഇട്ടിട്ട് അതൊന്ന് ഇത്തിരി ഒന്ന് സോക്കല്ല, അതൊന്ന് സോഫ്റ്റ് ആവണമല്ലോ. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ ഇടുവാണെങ്കിൽ അതിങ്ങനെ മുറുമുറായിരിക്കും, മസാല അതിൽ പിടിക്കത്തില്ല. അപ്പം ഞാൻ ഇതിലേക്കൊരു ഇച്ചിരി നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യോട് ചേർക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇളക്കിയിട്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചപ്പാത്തിയും ബ്രെഡും കൂടി ഇട്ടിട്ട് അതൊന്ന് അമക്കിയിടും. 1 ടീസ്പൂൺ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്തിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കും. അന്നേരമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. പഞ്ചസാര ഞാനൊന്ന് കലക്കിയിട്ടാണ് ചേർക്കുന്നത്. ഉപ്പ് ഞാൻ ഈ വെള്ളത്തിൻ്റെ അകത്ത് ഇടാൻ മറന്നു പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ നീരാണ് ചേർക്കുന്നത്. ഉപ്പൊന്ന് ഇച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ട്, അല്ലെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കും. ഞാനെപ്പം ഈ റേച്ചാന് മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കത്തില്ലേ, ഞാൻ ഇച്ചിരി ഉപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതിൻ്റെ അകത്ത് മുട്ട ഇട്ടാണ് പിന്നെ കലക്കുന്നത്. അല്ലാതെ മുട്ടയ്ക്കകത്തോട്ട് ഞാൻ ഉപ്പിടാറില്ല. പക്ഷേ ഞാൻ എപ്പം ഇട്ടാലും റേച്ചാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഉപ്പുണ്ടായിരുന്നെന്ന് പറയും. ഞാൻ പക്ഷേ ഗ്ലാസ്സിൽ ഇച്ചിരി ഉപ്പെടുത്ത് അതൊന്ന് ഇച്ചിരി ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിക്കുന്നത്. പക്ഷേ ആ ലാസ്റ്റിലെങ്ങാനും ഇച്ചിരി ഉപ്പ് എവിടെയെങ്കിലും പിടിച്ച് കാണും, മുട്ടയല്ലേ, അധികം വേവൊന്നുമില്ലല്ലോ. അപ്പം ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടേ ഒന്നിങ്ങനെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. അപ്പോൾ ആ തീനി ഞാൻ ഏറ്റവും കുറയ്ക്കും. അപ്പോൾ ആവി കിടന്നതൊന്ന് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവും. ഇച്ചിരി നേരം ഒന്ന് അടച്ചിട്ടേക്കാം. നമ്മുടെ പ്രൈസൻ മോണിറ്റർ അല്ലേ, ഇന്ന് ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. ഓംകാർ എന്ന് പറയുന്ന ഒരു കൊച്ച്, അവൻ നല്ലൊരു കൊച്ച, ഇവൻ പറയുന്ന നല്ല കൊച്ച, എൻ്റെ നല്ല ഫ്രണ്ടാ എന്നൊക്കെ പറഞ്ഞു. അപ്പം വേറൊരു കൊച്ചനുണ്ട്, കഴിഞ്ഞ വർഷം ഈ പ്രൈസൻ്റെ കൈ ഞാൻ നോക്കിയുണ്ടേ നന്നായിട്ട് ബ്ലഡ് ഇങ്ങനെ ഈ പിച്ചിയിട്ട് ബ്ലഡ് ഇങ്ങനെ വന്നു. ഈ കൊച്ചൻ ഒരു വഴക്കാളി കൊച്ചാ മറ്റേ കൊച്ചൻ എന്ന് പറഞ്ഞത്. അത് ഈ ഓംകാറിനെ ഇന്ന് എന്തോ ചെയ്തിട്ട് ഓംകാർ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കരയുമായിരുന്നു. ഞാൻ പറഞ്ഞു, എടാ നീ മോണിറ്റർ അല്ലായിരുന്നോ, നീ എന്താ പോയി ടീച്ചറുടെ ഉടനെ പറയാഞ്ഞേ. അപ്പോൾ ഈ കൊച്ചനുണ്ടല്ലോ, ഈ ചെറുക്കൻ ഇനി ഇവനെ എന്തെങ്കിലും ചെയ്യുമെന്നും ഇതാ ഇവൻ്റെ മോണിറ്റർ സ്ഥാനം രാജിവെക്കുന്നത്. പേടിച്ചു ടീച്ചർക്കും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അവൻ്റെ സൈഡ് നിന്ന് ഓംകാറിൻ്റെ, പക്ഷേ ഞാൻ പറഞ്ഞു നീ ചെന്ന് ടീച്ചറടുത്ത് പറയണമായിരുന്നു. എന്നിട്ട് വേറെ ഏതോ കൊച്ചുങ്ങൾ ചെന്ന് ടീച്ചറടുത്ത് പറഞ്ഞ് അവൻ്റെ ഡയറി എടുത്തിട്ട് പറഞ്ഞ് പേരൻസിനെ വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞത്. ആ കൊച്ചൻ ഭയങ്കര പിള്ളേരെ ആക്രമമാണെന്നുള്ളതാണ്. ഈ എൻ്റെ പ്രൈസൻ്റെ കൂട്ടുള്ള പിള്ളേരിങ്ങനെ ആ ഓംകാർ ഒരു പാവമോ തിരിച്ചൊന്നും ചെയ്യുന്ന കൊച്ചല്ല. ഇങ്ങനെയുള്ള കൊച്ചന്മാരെ ഇവന്മാർ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനിയേലും ആരേലും പിള്ളേർ അങ്ങനെ ഇങ്ങനെ വഴക്ക് കൂടുകയാണെങ്കിൽ നീ മോണിറ്റർ നിനക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്, അതനുസരിച്ച് നീ ഇടപെടണമെന്ന് പറഞ്ഞ് ടീച്ചറടുത്ത് ചെന്ന് ഉടനെ പറയണമെന്ന് പറഞ്ഞ്. നിന്നെ അവരൊന്നും ഒന്നും ചെയ്യത്തില്ല, ടീച്ചർ നിന്നെ ഏൽപ്പിച്ച ജോലി നീ പെർഫെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിതിൽ ഇത്തിരി പഞ്ചസാരയും കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ, പിന്നെ ടൊമാറ്റോ സോസും ചേർത്തു. അപ്പം നമ്മുടെ പാസ്തയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ചിന്തിച്ച് തേങ്ങ പൊട്ടിച്ചെണ്ണേ അപ്പം ഉണ്ടാക്കാനായിട്ട് ആ വെള്ളം ഞാനിങ്ങനെ ബോട്ടിലിൽ ഒരു ഗ്ലാസിൻ്റെ കുപ്പീൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട്, ഇന്നിപ്പോൾ ഒരു 11 മണി ആകാറായിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചിട്ട് ഇന്ന് രാത്രി മൊത്തം ഇരുന്ന് നാളെ രാവിലെ അതെടുത്ത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ എപ്പോഴാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്ത് അപ്പം ഉണ്ടാക്കാൻ നേരം ഇത് ഈ വെള്ളം ഒഴിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കിന് അതൊരു നല്ല വീര്യം അങ്ങാവും ഈ പഞ്ചസാരയും ഇതുകൊണ്ടിരുന്ന്. അപ്പോൾ ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ ഞാൻ പിറ്റേന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. അന്നേരം ഇവന്മാർക്ക് ഈ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ രണ്ടവന്മാരും കറി കൊണ്ടുപോകത്തില്ല, ഇങ്ങനെ ലീക്കാവുമെന്ന് പറഞ്ഞ്. പോളിനോട് ഞാൻ പറഞ്ഞടാ ഇല്ലേ, ഞാൻ ഈ 3 തട്ടുള്ള അതിൻ്റെ അകത്ത് നീ തോളെ അത് എക്സ്ട്രാ കയ്യിൽ പിടി. അതെന്ന് പറയാം, ഞാൻ ചിലപ്പോൾ റിക്ഷ കയറുമ്പോൾ മറന്നു പോകും കയ്യിൽ നിന്ന്. ബാഗിലാണെങ്കിൽ ഒന്നും മറക്കത്തില്ല, ഇതല്ലെങ്കിൽ മറന്നു പോകുന്നു പറഞ്ഞു, അല്ലേ കൊണ്ടുപോകത്തില്ല.
അപ്പം ഞാൻ ചിന്തിച്ച് ഇനി ഇവന്മാർക്ക് അല്ലെങ്കിൽ അവധി ഉള്ളപ്പോൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് വല്ല ബ്രെഡ് വല്ലതും കൊടുക്കണം, അങ്ങനെ ഉണ്ടാക്കണം. അതുകൊണ്ട് അത് ഇങ്ങനെ വെച്ചേക്കോ. എനിക്ക് പക്ഷേ അപ്പമൊക്കെ ഭയങ്കര ഇഷ്ടം, അപ്പവും ഇങ്ങനെ കറി ഉണ്ടാക്കുന്നത്. പണ്ട് നമ്മൾ നാട്ടിൽ ഈ ചായക്കടയിൽ നിന്ന് ഈ അപ്പത്തിൻ്റെ കൂട്ട് ഒരു ഡ്രൈ ചമ്മന്തി കിട്ടുമല്ലേ, അത് കൂട്ടി തിന്നാനും എനിക്കിഷ്ടമാണ്. പക്ഷേ അത് ഒരു പ്രാവശ്യം ഇവിടെ ഞാൻ ഇങ്ങനെ കൊതിയായിട്ടുണ്ടാക്കിയിട്ട് ഇവിടെ ഉള്ളവർക്കൊന്നും അത് കൂട്ടി തിന്നാക്കത്തില്ല. അവർക്കൊക്കെ കറി കൂട്ടി തന്നെ തിന്നണം. അത് കൂട്ടി നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഈ തേങ്ങ ഇങ്ങനെ ചൊവ്വിന് അരയാതെ ഇച്ചിരി നന്നായിട്ട് കൈ കൊണ്ടൊക്കെ ഞെവിടി ഇത്തിരി മുളക് പൊടിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ചതച്ച് ഇട്ട് വറുത്തെടുക്കുമല്ലേ, അത് നല്ല ഇതായിരുന്നു. പണ്ട് ഈ ചായക്കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോഴും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തൊട്ടപ്പുറത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ചിലപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ആണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കുമായിരുന്നു. അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ആ ഒരപ്പം ഇച്ചിരി പുളിയുള്ള ഒരപ്പവും, നമുക്ക് പുളി ഇഷ്ടമല്ലെങ്കിലും ആ അപ്പവും ആ ചമ്മന്തിയും കൂടി നല്ലതായിരുന്നു. അപ്പം ഞാനൊരു കാബേജ് തോരൻ വെക്കുന്നുണ്ടേ. ഇവിടെ എപ്പോഴും ഈ കാബേജ് തോരൻ വെച്ചാൽ ഞാൻ കഴിക്കാറില്ല. എനിക്കല്ലെങ്കിൽ ഇപ്പം മീൻചാറോ വല്ലതും ആണെങ്കിൽ അത് മതി. എനിക്കങ്ങനെ തോരനോ മോരുകറി അങ്ങനെ വേണമെന്നൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു മെഴുക്ക് പുരട്ടിയോ വല്ലതും ആണെങ്കിൽ ഞാൻ അത് കൂട്ടി അങ്ങ് തിന്നും. പിന്നെ ഇച്ചിരി മാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്, അതങ്ങാണം എടുക്കും. അപ്പോൾ കാബേജൊക്കെ ഞാനൊന്ന് ഒതുക്കി. കാബേജൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയില്ല, ഞാൻ മൊത്തം മുക്കാലും വെന്തു. ഞാനിപ്പോഴാണ് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തത്. ഇന്നത്തെ കാബേജ് എന്ന് പറയുന്നത് ഇച്ചിരി വെള്ളം ടൈപ്പ് കാബേജായിരുന്നു. നമുക്ക് അരിയുമ്പോൾ അറിയാമല്ലോ ചിലത്, അതിൻ്റെ ഇതളിൻ്റെ അവിടവും ഇച്ചിരി കൂടുതൽ കട്ടിയുള്ള ഭാഗമാണ്. അങ്ങനെയുള്ളതിനൊരു ടേസ്റ്റ് ഇല്ല. എത്രയ്ക്കാണെങ്കിലും നമ്മുടെ നാട്ടിലത്തെ കാബേജും ഇവിടുത്തെ കാബേജുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നേരം കഴിഞ്ഞ ദിവസം മീൻ കറി വെച്ചതിൻ്റെ അകത്ത് ചില ദിവസങ്ങളിൽ എനിക്കുണ്ടല്ലേ മീൻ തന്നെ ഞാനങ്ങ് വീർക്കും, ഫുഡേ കഴിക്കത്തില്ല. ചില മാസം ഒരു 3-4 ദിവസം ഇങ്ങനെ എനിക്ക് പറ്റും. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് എനിക്കൊന്നും അങ്ങോട്ട് കഴിക്കണമെന്ന് തോന്നുന്നില്ല. അന്നേരം ഞാൻ എന്തോ ചെയ്യുന്നോ, ഉച്ചയ്ക്ക് ഒരു കാപ്പി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ഉണ്ടെങ്കിൽ 2 ചപ്പാത്തി, കാരണം മെഡിസിൻ എടുക്കേണ്ടിയിട്ട് ആ ചപ്പാത്തി അതിൻ്റെ അകത്ത് ഇങ്ങനെ മുക്കി അങ്ങനെ കഴിക്കും. അപ്പോൾ എനിക്ക് ആ മീൻ കറി ഈ പിള്ളേർക്കും വേണ്ടായിരുന്നു. അത് 2-3 എന്നാൽ ഞാൻ മീൻ കറി ഞാൻ അവോയ്ഡ് ചെയ്യുന്നേ അല്ല. 2-3 തലയുണ്ടായിരുന്നു, ഒരു കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച് കറി എങ്ങനെ ഇത്ര അന്യായ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് കളയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ ആ കടുക് വറക്കുന്നതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് അത് നന്നായിട്ടങ്ങ് ഡീപ് ഫ്രൈ ചെയ്ത്, പിന്നെ രാത്രിയിൽ ഞാൻ ആ വറുത്തത് കൂട്ടി ചപ്പാത്തി തിന്നു. അന്ന് ഞങ്ങളെ അവർ പുള്ളിക്കാരി വിളിച്ച് നെയ്മത്തി തന്നില്ലേ, അത് കഴിഞ്ഞ് ഇന്നലെ റീച്ചാൻ പോയ എണ്ണ അവിടെ ഒന്നുമില്ല. അവർ തന്നെ പറഞ്ഞത് ഇനി 3-4 ദിവസം കഴിഞ്ഞ് മീനൊക്കെ ഇറങ്ങുമെന്ന്. അപ്പോൾ അന്ന് ഇച്ചിരി കൊഞ്ച് മാത്രം ഇരിപ്പുണ്ടെന്ന് റീച്ചാൻ തിരിച്ചിങ്ങ് വന്ന് ഉടനെ. പക്ഷേ മീനൊക്കെ വരും. നമ്മളിപ്പം അതും നോക്കിയിരിക്കുമോ മീൻ ഇനി എന്ന് വരും എന്നുള്ള. അന്നേരം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് റീച്ചാൻ ഞാൻ ഫോൺ ചെയ്തെന്ന് ഞാൻ ചോദിച്ചു, റീച്ച ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചോന്ന് ചോദിച്ചു. കഴിച്ചെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചില്ല റീച്ച. അന്നേരം പറഞ്ഞു നിനക്ക് എന്തോ വേണം? ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി കപ്പയും മീൻ കറിയും വേണം. റീച്ചൻ അന്നേരം ചിരിച്ച്, എന്നിട്ടാ കപ്പയും മീൻ കറിയോ? അങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്കറിയാം ഈ മനുഷ്യൻ ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഇനി എവിടെയെങ്കിലും തപ്പി വേണേ കപ്പയും മീൻ കറിയോ ഓർഡർ ചെയ്യും. ഞാൻ പറഞ്ഞു ചുമ്മാതാ, ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പം ഡാഡി നിന്ന് ഷേവിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഡാഡി എടുത്തോണ്ട് ഡാഡി ആണ്ടെ റീച്ചാനോട് ഞാൻ ചോദിച്ചു, റീച്ച എന്തോ കഴിച്ചെന്ന് ചോദിച്ചോണ്ടേ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് നീ ഞാനൊന്നും കഴിച്ചില്ലെന്ന് പറയണേ കപ്പയും മീൻ കറിയുടെയും കാര്യം പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞാന്ന്. അപ്പോൾ ഡാഡി ഇരുന്ന് ചിരിയായിരുന്നു. റീച്ചാന് പിന്നെ അങ്ങനെ നമ്മൾ തമാശ പറഞ്ഞാലും അത് അറിയത്തില്ല, സീരിയസ് ആയിട്ട് എടുക്കും. വേണമെങ്കിൽ പാവം എവിടെയെങ്കിലും തപ്പി എനിക്ക് കപ്പയും മീൻ കറി. കാരണം റീച്ചാനും എന്നെ വഴക്ക് പറയും, എന്തെങ്കിലും കഴിക്കണം, കഴിക്കാതിരുന്നാൽ എങ്ങനെയാണെന്ന് പറഞ്ഞ് എന്നെയും വഴക്ക് പറയായിരുന്നു. നമുക്ക് മനസ്സ് തോന്നിയില്ലെങ്കിൽ എന്തോ ചെയ്യും. അപ്പം ഞാൻ മോരുകറി അവിടെ വെച്ചിട്ടേ ഞാൻ ആ ഡീപ് ഫ്രൈ ചെയ്തില്ലേ ആ ഓയിൽ തന്നെയാണ് ഇതിലെടുത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം അയല മീനുണ്ട്, അത് പ്രൈസിന് കൊടുക്കാനാണ്. ബാക്കി 2 നമ്മുടെ നെയ്മത്തിയ, അതൊന്ന് വറുത്തെടുക്കുന്നുണ്ടേ. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.
ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.